ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. സഖാവ് വി കുഞ്ഞീഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ച് പാർട്ടി സംഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിന് അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കപ്പെട്ട് പാർട്ടിക്കെതിരായി മാധ്യമങ്ങൾ ശൃംഖലയെ ഉപയോഗിച്ച് ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്വീകരണ പരിപാടി എന്നുള്ളതുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവ പാഠമാണ്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ബൂർഷ്വാ മാധ്യമങ്ങളുമായി ചേർന്ന് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റുമായിട്ട് ചേർന്ന് കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് ഈ പാർട്ടിയെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിനു വേണ്ടി ഗൃഹസന്ദർശന പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി വി കുഞ്ഞീഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നു. ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി, പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി അവരുടെ എല്ലാം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞീഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം. ഒരു ഫുട്ബോൾ പന്ത് പോലെയാണ്. ആ പന്തിനെ എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാബോധം വേണം. കുഞ്ഞീഷ്ണൻ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞീഷ്ണനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ബൂർഷ്വാ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസമെല്ലാം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനമെന്ന കാര്യത്തിൽ തർക്കമില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച് ബൂർഷ്വാസിയോടൊപ്പം അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല.